ബ്യൂട്ടി പാർലറിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഗോൾഡ് ഫേഷ്യൽ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തഡാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പമാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, കുറച്ച് ടൈം എടുക്കുന്നതാണ്. കാര്യം നമ്മൾ കംപ്ലീറ്റ് ഒരു 7 സ്റ്റെപ്പിൻ്റെ ഫേഷ്യൽ റുട്ടീനാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്ക് അത്രയും തന്നെ ടൈം എടുക്കും. നല്ല രീതിയിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നല്ല പേഷ്യൻസോടുകൂടി ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഏറ്റവും കുറഞ്ഞത് ഒരു 1000 രൂപയ്ക്കാണ് ഏറ്റവും മിനിമം ആയിട്ട് നമുക്കൊരു പാർലർ ഫേഷ്യൽ കിട്ടുന്നത് തന്നെ. ആ ഒരു റേഞ്ചല്ലേ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ഫംഗ്ഷനോ സ്പെഷ്യൽ ഒക്കേഷനോ വരുമ്പോഴാണ് നമ്മൾ അങ്ങനെ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ വളരെ നന്നായിട്ട് ഡാമേജ് ആയിരിപ്പുണ്ട്, ഒന്ന് റെജുവിനേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ചെയ്യുന്നതാണ്. പണ്ടൊക്കെ ഞാൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ഹോം റെമഡീസ് തന്നെ ആ ഒരു റെജുവിനേഷന് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സ്കിൻ കെയർ ബാക്ക് ടു നോർമൽ കൊണ്ടുവന്ന് അടിപൊളിയായിട്ട് ചെയ്താൽ മതി. ബട്ട് സ്റ്റിൽ നമുക്കൊരു സ്പെഷ്യൽ ഒക്കേഷൻസ് വരെയാണ്, നമുക്കൊരു എക്സ്ട്രാ ഗ്ലോ വേണം എന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഫേഷ്യൽ കിറ്റാണ് ഇത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഞാൻ യൂസ് ചെയ്തതാണ്. ഇത് 2 എണ്ണമായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഞാൻ ഒരെണ്ണം നേരത്തെ യൂസ് ചെയ്ത് ഒരെണ്ണം ഇപ്പം നിങ്ങളുടെ മുന്നിൽ യൂസ് ചെയ്ത് കാണിക്കാം. അങ്ങനെ ഇതുവരെയും വാങ്ങിയിട്ടില്ലാത്തവർക്ക് എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഒരു ഐഡിയ കിട്ടും, അതിനനുസരിച്ച് മുന്നോട്ട് പോവുക. എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാൻ ജെന്യൂനായിട്ട് പറയാം. അത് തന്നെയാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, മുഴുവനും കണ്ടു നോക്കണം. എന്നാൽ മാത്രമേ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വാങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്നും പറഞ്ഞു തരുന്നുണ്ട്. എല്ലാവരും തന്നെ എൻ്റെ കുഞ്ഞ് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ആരെങ്കിലും എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ ഞാനിവിടെ അരോമ മാജിക്കിൻ്റെ ഗോൾഡ് ഫേഷ്യൽ കിറ്റാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മുടിയൊക്കെ ഒന്ന് കെട്ടിവെച്ച് നമുക്ക് ഇതുപോലെ ചെറുതായിട്ട് ഇങ്ങനെ മുടി ഫ്രണ്ടിലോട്ട് വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് ഇതുപോലെ നമുക്ക് ഹെയർ ബാൻഡ് ഇട്ട് കൊടുക്കാം. ഇനി പൊട്ടൊക്കെ മാറ്റുന്നുണ്ട്, വള ഞാൻ മാറ്റി കൊടുക്കും. കാര്യം എന്താ വെച്ചാൽ ഞാൻ കയ്യിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതിനകത്ത് ഒരുപാട് ഉണ്ടാവും കേട്ടോ, കുറച്ചധികം തന്നെ പ്രോഡക്റ്റ് ഉണ്ടാവും. നമുക്ക് വെച്ചിരുന്ന് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല, ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റും. ഞാനിത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. 2 എണ്ണത്തിൻ്റെ പാക്കറ്റ് ഒന്നിച്ച് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. ഇത് സിംഗിളായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ കിട്ടുമോയെന്ന് അറിയില്ല, ഞാൻ നോക്കി നോക്കട്ടെ. കിട്ടുന്നത് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. സലോൺ റേഞ്ചാണ്, നമുക്ക് പാർലറിലൊക്കെ യൂസ് ചെയ്യുന്ന സെയിം കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആയിരിക്കാം, എനിക്കതിനെപ്പറ്റി അറിയില്ല. റീസ്റ്റോഴ്സ് യൂത്ത്ഫുൾ റേഡിയൻസ്, ഫിംസ് ആൻഡ് ടോൺസ്, റെൻഡേഴ്സ് എ ഹെൽത്തി ഗ്ലോ എന്നൊക്കെയാണ് ഇവരിതിൽ മെൻഷൻ ചെയ്തിട്ടുള്ളത്. എല്ലാ സ്കിൻ ടൈപ്പിനും ചേരും എന്ന് പറയുന്നുണ്ട്. ഇതിൽ 7 പാക്കാണ് വന്നേക്കുന്നത്. ആദ്യത്തേത് ക്ലെൻസറാണ്, പിന്നെ വന്നിട്ട് പ്രോട്ടീൻ ബ്ലീച്ച് ഉണ്ട്. അതൊക്കെ ഞാൻ ഓരോന്നായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം. പിന്നെ ഇങ്ങനെ ഒരു മാനുവലും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷേ ഇത് നിങ്ങൾ വായിക്കണം, ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. എന്നിട്ട് അതിലെന്താണോ പറഞ്ഞേക്കുന്നത് അതുപോലെ നമുക്ക് ചെയ്യണം. ഒപ്പം തന്നെ ഒരു ടവൽ നനച്ച് വെക്കുന്നത് നല്ലതാണ്. അത് വെച്ച് വേണം നമുക്ക് വൈപ്പ് ചെയ്യാനായിട്ട്. പിന്നെ ഇതിൽ ഒരു ടൈമൊക്കെ മെൻഷൻ ചെയ്തുകൊണ്ട് ഞാനൊരു വാച്ചും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ടൈമൊക്കെ നമുക്ക് നോക്കാമല്ലോ. ഫസ്റ്റ് 1 എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ്. 1 എന്നിങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ടാവും കേട്ടോ, അപ്പോൾ നമുക്ക് കൺഫ്യൂഷനൊന്നും വരത്തില്ല. ആദ്യത്തെ സ്റ്റെപ്പ് ഫേഷ്യൽ ക്ലെൻസറാണ്. ഈ മാനുവൽ കയ്യിലെടുത്ത് വെച്ച് അത് നോക്കി ചെയ്താൽ മതി. ഇപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മുടെ ഫേഷ്യൽ ക്ലെൻസർ എടുത്തിട്ടുണ്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ഇത് നമ്മളിങ്ങനെ ഫേസിലോട്ട് എടുത്തിട്ട്, ഇപ്പോൾ ഗോൾഡൻ ഫേഷ്യൽ ആയതുകൊണ്ടായിരിക്കാം ഇതിനൊരു ചെറിയ ഗോൾഡ് കളറുണ്ട്. ഒരു സിനിമയൊക്കെ ഇട്ടിട്ട് നിങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാര്യം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ സമയമെടുക്കും. ഒരു അരമണിക്കൂർ അല്ല, ഒരു 3/4 മണിക്കൂറോളം എന്തായാലും നമുക്ക് പോകും. അതുകൊണ്ട് തന്നെ നമ്മളിതെല്ലാം അടുത്തടുത്ത് വെച്ചിട്ട് ടവലും വെള്ളവും ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മളൊരു സിനിമ അങ്ങ് പ്ലേ ചെയ്യുക. എന്നിട്ട് അതൊരു പകുതിയോളം ആകുമ്പോഴേക്കും നമ്മുടെ ഫേഷ്യലും കഴിയും. അത്രമാത്രം ടൈം എടുക്കുന്ന സംഭവമാണ്, പക്ഷെ നല്ലതാണ്. എനിക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും സ്കിൻ ടോണിനും അനുസരിച്ച് പേഴ്സണലി ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ ആദ്യത്തെ സാഷേ നമ്പർ 1 നമുക്ക് ക്ലെൻസറാണ് തന്നിട്ടുള്ളത്. അത് 3 മിനിറ്റ് നമ്മളിതുപോലെ ഫേസിലോട്ട് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഫേസിലും കഴുത്തിലും കയ്യിലും ഒക്കെ തന്നെ വെച്ച് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3 മിനിറ്റ് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ടൊന്ന് തുടച്ചിട്ട്, സ്കിന്നൊന്ന് തുടച്ചിട്ട് ഈ ഒരു ക്ലെൻസർ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുന്നതാണ് നല്ലത്. നനവുണ്ടായിരിക്കും. അപ്പോൾ ഇനി നിങ്ങൾക്ക് നനവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം തൊട്ട് കൊടുക്കുക. അതാ പറഞ്ഞത്, ഒരു ബക്കറ്റിലോ ഒരു വലിയ പാത്രത്തിലോ വെള്ളം അടുത്തടുത്ത് വെച്ചേക്കുക. കാര്യം ഇവർ പറഞ്ഞേക്കുന്നത് വൈപ്പ് വിത്ത് ഡാം കോട്ടൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു നല്ല അടിപൊളി തുണി വെച്ച് തുടച്ചെടുക്കുന്ന നല്ല വൃത്തിയുള്ള സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡ് കർച്ചീഫോ ടവലോ വെച്ച് തുടച്ചെടുക്കുന്നതാണ് നല്ലത്.
കഴുകാനായിട്ടല്ല ഇതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും അവസാനം നമുക്കൊരു തവണ കഴുകിയാൽ മതി. പാർലറിലൊക്കെ അങ്ങനെയാണല്ലോ, നമ്മളെപ്പോഴും പോയി കഴുകിയല്ലോ ചെയ്യുന്നത്, അവർ വൈപ്പ് ചെയ്ത് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഖത്തും അതുപോലെ തന്നെ കയ്യിലും ഒക്കെ തന്നെ ഇത് 3 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഫസ്റ്റ് നമ്മുടെ ക്ലെൻസർ മസാജ് ചെയ്തിട്ട് വൈപ്പ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് വരുന്നത് പ്രോട്ടീൻ ബ്ലീച്ചും അതുപോലെ തന്നെ AHA ജെല്ലെന്ന് പറഞ്ഞിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ രണ്ടും കാണിച്ചു തരാം. ഇത് രണ്ടും വെച്ചിട്ടുള്ള നമ്മൾ മിക്സ് ഉണ്ടാക്കി അതാണ് ബ്ലീച്ച്. അത് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാൻ ബ്ലീച്ച് ഇടണ്ടെന്നാണ് വിചാരിച്ചത്, പിന്നെ കരുതി ഇരുന്നോട്ടെ, ഞാൻ മുന്നേ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. പറ്റുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പാർലറിലൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ, ആ രീതിക്ക് മുന്നോട്ട് പോയാൽ മതി. അപ്പം നിങ്ങൾക്ക് കൊച്ചുകുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബ്ലീച്ചൊന്നും നിങ്ങൾ യൂസ് ചെയ്യേണ്ട, ബാക്കി സ്റ്റെപ്പൊക്കെ ചെയ്താൽ മതി. ആ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് ചെയ്താൽ മതി. എൻ്റെ ഇത് 7 സ്റ്റെപ്പ് ഉള്ളതാണ്. അത് കാരണം തന്നെ അത്യാവശ്യം സമയം എടുക്കുന്നുണ്ട്. ഇനി അടുത്ത തവണ എപ്പോഴെങ്കിലും ചെയ്യുമ്പോൾ കുറച്ചുകൂടെ സ്റ്റെപ്സ് കുറഞ്ഞ ഫേഷ്യൽ ഏതെങ്കിലും ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇത്രയും സമയം എനിക്ക് ക്ഷമയില്ല ഗൈസ്. ഓക്കെ, ഇപ്പം ഞാനിങ്ങനെ പ്രോട്ടീൻ ബ്ലീച്ച് ഉണ്ടല്ലോ, സെക്കൻഡും തേർഡും വരുന്നത് AHA ജെല്ലും ബ്ലീച്ച് പൗഡറും കൂടെ മിക്സ് ചെയ്ത് ഇതുപോലെ പേസ്റ്റാക്കി എടുത്തിട്ട് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പാർലറിലൊക്കെ പോയാലും ഈ സെയിം സംഭവം തന്നെയാണ് അവർ ചെയ്യുന്നത്, വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഈ ഒരു ഗോൾഡ് ഫേഷ്യൽ കിറ്റിൻ്റെ ഇത്രയും സ്റ്റെപ്സ് വരുന്നുണ്ടെങ്കിലും ഇത് ഭയങ്കര യൂസ്ഫുള്ളാണ്. കാര്യം വേറൊന്നുമല്ല, നല്ല രീതിയിൽ മസാജ് ചെയ്യാൻ നമുക്ക് മസാജിങ് ക്രീംസ് 2 എണ്ണം ഉണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മസാജ് കൊടുക്കാൻ പറ്റും. ആ മസാജിലാണ് ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള സംഭവം ഇരിക്കുന്നത്. മസാജ്, ഈ ഒരു ബ്ലീച്ച്, അതുപോലെ തന്നെ നമ്മുടെ പാക്ക്, ഇതൊക്കെ കൂടെ വരുമ്പോഴേക്കും നമുക്കൊരു സ്പെഷ്യൽ ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രിപ്പയർ ആകാൻ അടിപൊളിയാണ്. എന്നിട്ട് ഈ ബ്ലീച്ച് അപ്ലൈ ചെയ്തിട്ട് ഒരു 15 മിനിറ്റ് ഇങ്ങനെ വെച്ചിരുന്നതിന് ശേഷം നനച്ചിട്ട്, അതായത് കൈ ഒന്നും തൊട്ട് നനച്ച് കൊടുത്തതിന് ശേഷം 3 മിനിറ്റ് ഇത് വെച്ച് നമ്മൾ നന്നായിട്ടൊരു മസാജ് കൊടുക്കണം. അതുകൊണ്ട് ഈ ടൈമൊക്കെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. 15 മിനിറ്റ് വെച്ചിരിക്കുക, പിന്നെയും 3 മിനിറ്റ് മസാജ് കൊടുക്കുക, അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളൊരു 10 മിനിറ്റൊക്കെ വെച്ചിരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതായാലും മതി. ഞാൻ ഒരു 10 മിനിറ്റൊക്കെ വെച്ചിരുന്നിട്ടുള്ളൂ. അത്രയും ക്ഷമ എനിക്കില്ല ഗൈസ്, അതുകൊണ്ട് തന്നെയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് വരുന്നത് 4ാമത്തെ സ്റ്റെപ്പാണ്. 2ഉം 3ഉം കൂടെ ഒന്നിച്ചാണ് ചെയ്യേണ്ടത്. അത് പിന്നെയും ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, ഇനി അടുത്തതായിട്ട് ഗോൾഡ് റേഡിയൻസ് ജെൽ, ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലേ, അത് ഗോൾഡ് റേഡിയൻസ് ജെല്ലാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സാഷേ നമ്പർ 4. അത് നമ്മുടെ ഫേസിലും നെക്കിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് എന്തോ ഒരു കറണ്ട് കൊടുക്കണമെന്നൊക്കെയാണ് ഇതിൽ എഴുതിയിട്ടുള്ളത്. അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ലെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് മസാജ് കൊടുത്താലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഞാനൊരു 5 മിനിറ്റ് മസാജ് കൊടുക്കാമെന്ന് കരുതി കയ്യിലും മുഖത്തും ഈ ഒരു ജെല്ല് വെച്ച്, ഗോൾഡ് റേഡിയൻസ് ജെല്ല് വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ്. ഇത് ഞാൻ കണ്ടുപിടിച്ചൊന്നുമല്ല, ഈ പേപ്പർ ഉണ്ടല്ലോ, ഈ മാനുവൽ, അതിനകത്തെല്ലാം വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് നോക്കി വായിച്ച് കറക്റ്റായിട്ട് ചെയ്ത് കൊടുക്കുക. ഇത് ഓരോന്നിൻ്റെയും പ്രിക്കോഷൻസും അതുപോലെ തന്നെ ഗുണങ്ങളും എന്തിനാണ് നമ്മളിത് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങളും ഇൻഗ്രീഡിയൻസും എല്ലാം എഴുതിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ നല്ലൊരു മസാജ് കൊടുക്കുന്നുണ്ട്. ഇത് വേറെ മസാജ് വീഡിയോസ് കണ്ടു നോക്കുക, അത് നോക്കിയിട്ട് ചെയ്താൽ മതി. അറിയാമെന്നുണ്ടെങ്കിൽ അറിയാവുന്ന രീതിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കിത് 5 മിനിറ്റ് മസാജ് ചെയ്തതിന് ശേഷം വൈപ്പ് ചെയ്ത് മാറ്റാം. ഇനി അടുത്തതായിട്ട് വരുന്നത് ഒരു ആംപ്യൂൾ പോലെ ഒരു ബോട്ടിലിരിക്കുന്ന ഒരു സംഭവമാണ്. നേരത്തെ ഞാൻ ഫസ്റ്റ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ഒരു സംഭവം, അതായത് ഇത് ഞാൻ യൂസ് ചെയ്യുന്നില്ല. കാര്യം ഇതെനിക്ക് പൊട്ടിക്കാൻ പേടിയാണ്. നമ്മുടെ ഇഞ്ചെക്ഷൻ വെക്കുമ്പം കാണൂലേ ഒരു സാധനം മരുന്നിരിക്കുന്ന പാത്രം, അതുപോലെ ഉണ്ട്. അതുകൊണ്ട് എനിക്കിത് തൊടാനേ പേടിയാണ്. ഗ്ലാസ്സാണ്, പൊട്ടിച്ചെടുക്കണം. അതുകൊണ്ട് തന്നെ എനിക്കത് യൂസ് ചെയ്യാനായിട്ട് ഒട്ടും താല്പര്യമില്ല. തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ സ്കിന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്യുന്ന സമയത്ത് ഈ ടവൽ വെച്ചിട്ടാണെങ്കിലും ഒരുപാട് തുടയ്ക്കരുത്. അത്യാവശ്യം പുറത്തുകൂടെ ഇങ്ങനെ വെറുതെ അങ്ങ് തുടച്ചെടുത്താൽ മതി. ഒരുപാട് ഒരച്ചമർത്തിയൊന്നും തുടയ്ക്കരുത്. 7 സ്റ്റെപ്പിൽ നമ്മൾ ഓരോ തവണയും തുടച്ചു കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്കിന്നിന് ഇറിറ്റേറ്റ് ചെയ്യാതെ വളരെ പതിയെ ജെൻറ്റിലായിട്ട് തുടച്ചു മാറ്റാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്ന 6ാമത്തെ സ്റ്റെപ്പ്. 5ാമത്തെ സ്റ്റെപ്പ് നമ്മൾ സ്കിപ്പ് ചെയ്തല്ലോ. ഇനി നമുക്ക് 6ാമത്തെ സ്റ്റെപ്പ് നറിഷിങ് ക്രീമാണ്. അത് ഈ ഒരു ക്രീമാണ്, വൈറ്റ് കളറിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമാണ്. നല്ല തിക്കാണ് ഈ ക്രീം. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ മസാജ് കൊടുക്കാൻ അടിപൊളിയാണ്. ഇത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ സാഷേ വെച്ച്, ഇതാണ് മെയിൻ നമ്മുടെ സ്കിന്നിനെ നറിഷ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ മെയിൻ മസാജ് ക്രീമായിട്ട് വരുന്നത് ഇതാണ്. നമ്മൾ നേരത്തെ ബ്ലീച്ച് വെച്ചിട്ടും ക്ലെൻസർ വെച്ചിട്ടുള്ള മസാജല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ.
ഇതാണ് ശരിക്കും നമ്മുടെ മസാജ് ക്രീം. ഈ സ്റ്റെപ്പിലാണ് നമുക്ക് നല്ല രീതിയിൽ നറിഷ്മെൻറ്റ് കിട്ടുന്നതും അതുപോലെ നല്ല അടിപൊളി ഒരു മസാജ് കിട്ടുന്നതും ഒക്കെ തന്നെ ഈ ഒരു സ്റ്റെപ്പിലാണ്. നമ്മൾ ഗോൾഡ് റേഡിയൻസ് ജെല്ലുണ്ടല്ലോ, അത് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്തില്ലേ, അതും ഒരു നല്ല മസാജ് തന്നെയാണ്. അതോടൊപ്പം ഇതിലും ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ മസാജ് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത്രയും ഒന്നും വേണ്ട, ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നിങ്ങൾക്ക് എന്താണോ സൗകര്യമായിട്ടുള്ളത് ആ ഒരു രീതിക്ക് മസാജ് കൊടുക്കുക. ഫുൾ പാക്കറ്റും എടുക്കേണ്ട കാര്യമില്ല, കുറച്ച് കുറച്ചായിട്ട് എടുക്കുക. ഇത് നന്നായിട്ട് തന്നെ സ്കിന്നിൽ അബ്സോർബ് ആകുന്ന ഒരു ക്രീമാണ്. എനിക്ക് പേഴ്സണലി ഇതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആൻഡ് ഫേവറേറ്റ് ആയിട്ടുള്ള പാർട്ട്. ഓക്കെ, അത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒറ്റയ്ക്കിരുന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും. കാര്യം ഇവർ ഇത് ഇത്രയും പറഞ്ഞിട്ടുണ്ടല്ലോ, 15 മിനിറ്റ് വെയിറ്റിംഗ് ഒക്കെ ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തിട്ടാണല്ലോ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു സിനിമയൊക്കെ വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇരുന്നാൽ ഒരു 3/4 മണിക്കൂർ അരമണിക്കൂറൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ഈ ഫേഷ്യൽ തീരും. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു നറിഷ്മെൻറ്റ് ക്രീം നമുക്ക് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി. പറ്റുന്ന അത്രയും പോയാൽ മതി, ബാക്കി സാരമില്ല. വാഷ് ചെയ്താൽ മതി. നമ്മൾ മേല് കഴുകുകയോ അതല്ലാന്നുണ്ടെങ്കിൽ ഫേസ് നന്നായിട്ട് സാധാരണ വെള്ളത്തിൽ ഏറ്റവും അവസാനം വാഷ് ചെയ്ത് കളയുകയോ ചെയ്താൽ മതി. അല്ലാതെ ഒരുപാട് തുടയ്ക്കാനായിട്ട് നിൽക്കേണ്ട. അപ്പോൾ ഞാൻ കഴുത്തിൻ്റെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊക്കെ മാറ്റാനായിട്ടാണ്. ഫേസിൽ ഞാൻ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല, കഴുത്തിലും കയ്യിലും ഒക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. കാലിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഈ സാഷ പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി നമുക്കത് യൂസ് ചെയ്ത് തീർക്കാം. വേറെ ഒരാളും കൂടെ ഉണ്ടെങ്കിൽ അയാൾക്ക് ഈ ഫുൾ ഫേഷ്യൽ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അത്രയും ക്വാണ്ടിറ്റി ഉണ്ട്, നല്ല രീതിയിൽ തന്നെ എമൗണ്ട് ഓഫ് പ്രോഡക്റ്റ് നല്ല രീതിയിൽ തന്നെ ഉണ്ട്. ഇനി അടുത്തത് നമ്മുടെ 7th സ്റ്റെപ്പാണ്, അവസാനത്തെ സ്റ്റെപ്പാണ്. ഇതാണ് നമ്മളുടെ പാക്ക് വരുന്നത്. മുന്നേ ഞാനൊരു ഡീറ്റാൻ പാക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വേറൊരു ബ്രാൻഡിൻ്റെ. സെയിം ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നന്നായിട്ട് സ്കിന്നിനെ ബ്രൈറ്റൻ അപ്പ് ചെയ്യുന്ന പാക്കാണ്. ഇതുപോലെ ഒരു വൈറ്റ് കളറിൽ ക്രീമി ഫോമിലാണ് പാക്ക് ഉണ്ടാവുന്നത്. എന്നിട്ടെടുത്ത് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേസിലും നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫേഷ്യൽ ചെയ്യുന്ന സമയത്ത് നെക്ക് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കൈയൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, പക്ഷേ നെക്ക് ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അപ്പോൾ ഇത്രയും ഗുണങ്ങളുള്ള സാധനങ്ങൾ വെറുതെ വേസ്റ്റ് ആക്കാണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. കാര്യം അവിടെയും കയ്യിലും കാലിലും ഒക്കെ നല്ല നറിഷ്മെൻറ്റ് കിട്ടാനായിട്ട് സഹായിക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം തന്നെ നമ്മുടെ കണ്ണിലോ ചുണ്ടിലോ ഒന്നും പറ്റാതെ നോക്കണം. കാര്യം ഇത് അവിടെയൊന്നും പറ്റരുതെന്ന് മെയിനായിട്ട് എഴുതിയിട്ടുണ്ട് ഈ ഒരു മാനുവലിൽ തന്നെ. ലാബ് മാനുവൽ പോലും ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കിയിട്ടില്ല. എനിവേയ്സ് ഇത് നമുക്ക് ഒരു 15 മിനിറ്റ് വച്ചേക്കണം. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഫേസ് പാക്കാണ്. 15 മിനിറ്റ് വച്ചേക്കുക. നമ്മുടെ അവസാനത്തെ സ്റ്റെപ്പാണ്. ഇനി ഇത് 15 മിനിറ്റ് മുഖത്തും കയ്യിലും, മീൻസ് നിങ്ങൾ എവിടേക്കാണോ, കഴുത്തിൽ മസ്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യുന്നത് അവിടേക്ക് അപ്ലൈ ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് സാധാരണ വൈപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഇതിൽ നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യണം എന്ന് എഴുതിയിട്ടുണ്ട്. പുറത്തൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾക്ക് വെയിലൊക്കെ കൊള്ളുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സൺസ്ക്രീൻ യൂസ് ചെയ്ത് ലോക്ക് ചെയ്യണം, പ്രൊട്ടക്റ്റ് ചെയ്യണം. പിന്നെ ഒരു 7 ദിവസത്തേക്ക് നമ്മൾ ആക്റ്റീവ്സ് ഒന്നും തന്നെ സ്കിന്നിൽ യൂസ് ചെയ്യരുതെന്നും ഇതിലിവർ പറയുന്നുണ്ട്. സോ ഒരു 7 ദിവസത്തേക്ക് വളരെ മൈൽഡായിട്ടുള്ള സ്കിൻ കെയർ മാത്രം ഫോളോ ചെയ്ത് കൊണ്ടുപോവുക. ഹെവി ആയിട്ടുള്ള സംഭവങ്ങളൊന്നും സ്കിന്നിൽ കൊടുക്കണ്ട. കാര്യം നല്ലൊരു ഫേഷ്യലാണ് നമ്മൾ ചെയ്തത്. അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് നമുക്ക് കിട്ടുന്നത് തന്നെ 2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് വിസിബിളി അറിയാനായിട്ട് പറ്റുന്നത്. സോ അതിനെ ഡാമേജ് ആക്കാതിരിക്കാനായിട്ട് സൺസ്ക്രീൻ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഹാർഷായിട്ടുള്ള സോപ്പ് അതുപോലത്തെ ഐറ്റംസ് ഒന്നും തന്നെ യൂസ് ചെയ്യരുത്. കാരണം ഇതിൽ ബ്ലീച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫേഷ്യൽ കിറ്റാണ്. കംപ്ലീറ്റ് പാക്കാണ് കേട്ടോ ഇത്. ഈ ഒരു ഫേഷ്യൽ കിറ്റ് എന്ന് പറയുന്നത് ഒരു ഫേഷ്യലിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. ഒരു പെർഫെക്റ്റ് ഫേഷ്യലിൽ വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. അപ്പോൾ ഞാനിത് വർഷത്തിലൊരിക്കലൊക്കെ ചെയ്യാറുള്ളൂ. വല്ല കല്യാണമോ വിശേഷ ദിവസങ്ങളോ അങ്ങനെയൊക്കെ വരുമ്പോൾ മാത്രം. അത് വർഷത്തിലൊരിക്കൽ അല്ലെങ്കിൽ 2 വർഷം കൂടുമ്പോൾ ഒരിക്കലൊക്കെയല്ലേ ഉണ്ടാവാറുള്ളൂ. ആ ഒരു സമയത്ത് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 15 മിനിറ്റ് പാക്കും വച്ചിരുന്നു. നമ്മളുടെ ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഫൈനലി. ഞാനിപ്പോൾ 10-15 മിനിറ്റിൻ്റെ വീഡിയോ ആണെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടുണ്ട്. എനിവേ നമുക്ക് പുറത്തൊക്കെ പോയി ഫേഷ്യൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ 1000 രൂപയാണ് ഏറ്റവും കുറഞ്ഞത് വാങ്ങുന്നത്. ഗോൾഡ് ഫേഷ്യലിനൊക്കെ 2000 രൂപയൊക്കെ ഉണ്ട്. പിന്നെ എല്ലായിടത്തും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കത്തില്ല, നല്ല ഒരു എക്സ്പീരിയൻസും ആവണമെന്നില്ല. പക്ഷേ ഇതാവുമ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിൽ വച്ച് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്കിന്നിനെ മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്.
ഞാനൊരു സത്യം പറയട്ടെ, ഞാനിവിടെ അടുത്തൊരു ബ്യൂട്ടി പാർലറിൽ പോയപ്പം അവരുടെ എല്ലാ പ്രോഡക്റ്റ്സും അരോമ മാജിക്കിൻ്റെ തന്നെയായിരുന്നു. അപ്പോൾ ഫേഷ്യൽ കിറ്റ് അവർ കാണിക്കത്തില്ലല്ലോ, പുറത്ത് പ്രോഡക്റ്റ് മാത്രമല്ലേ എടുത്തുകൊണ്ട് വരുള്ളൂ. അതിനെപ്പറ്റി എനിക്കറിയത്തില്ല, പക്ഷെ അവരൊരുപാട് സാധനങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനും ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. എനിവേ ഇത് നല്ലൊരു ബ്രാൻഡും നല്ലൊരു ഫേഷ്യൽ കിറ്റുമാണ്. ഇതാണ് ഞാൻ ആകെ യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ച് പറയാനേ എനിക്കറിയാവൂ, കമ്പാരിസൺ ഒന്നും എനിക്കറിയില്ല. ഇനി ഞാൻ ഏതെങ്കിലും ഒരു സംഭവം പുതിയ പ്രോഡക്റ്റ് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിലിടൂ. ഞാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അത് എൻ്റെ എക്സ്പീരിയൻസ് എന്താണെന്ന് പറയാം. പിന്നെ ഞാൻ എപ്പോഴും അങ്ങനെ ഫേഷ്യൽ ചെയ്യുന്ന ആളല്ല, വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഓക്കെ ഗൈസ്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫേഷ്യൽ റുട്ടീൻ കഴിഞ്ഞിട്ടുണ്ട്. നല്ല റിസൾട്ടില്ലേ? എനിക്ക് ഫസ്റ്റ് ക്ലെൻസിങ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് നല്ല റിസൾട്ട് ഉള്ളതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് നിങ്ങൾ എപ്പോഴും ഒന്നും ചെയ്യരുത്. ഇതിൽ പോസ്റ്റ് കെയർ ഒക്കെ ഈ പേപ്പറിൽ തന്നെ എഴുതിയിട്ടുണ്ട്. മോർണിംഗും നൈറ്റും സ്കിൻ കെയർ ചെയ്യുക, നമ്മുടെ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക, അങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ ഒക്കെ തന്നെയാണ്. നല്ല അടിപൊളി റിസൾട്ടാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം ഫേസ് നന്നായിട്ട് വെള്ളം വെച്ച് കഴുകണം കേട്ടോ. ദിവസത്തേക്ക് പിന്നെ ഇനി നമ്മൾ വെയിലത്തോട്ടൊന്നും അധികം പോകണ്ട. അതോടൊപ്പം തന്നെ നല്ല സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് വേണം പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ തന്നെ പോകാനായിട്ട്. അടിപൊളി റിസൾട്ടാണ്. നന്നായിട്ട് സ്കിൻ ഗ്ലോ ആയിട്ടുണ്ട്, ഡെഡ് സെൽസ് ഒക്കെ പോയി സൺ ടാൻ ഒക്കെ റിമൂവായി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ഒരുപാട് നന്ദി. വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.